നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിന്റെ അകത്തും പുറത്തും പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എൻസിപി അധ്യക്ഷൻ ശരത് പവാറും മകളും എംപിയുമായ സുപ്രിയ സുലെയും ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ അഭിമുഖങ്ങൾക്ക് ഇതൊരു വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമായി മാറുന്നു. കാരണം എൻസിപി അടക്കം ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലടക്കം ഒരു പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തതാണ്. അതിൽ സൂര്യൻ ഒന്ന് ഉദിച്ചതേ ഉള്ളൂ. അതാ ശരത് പവാറും മകളും കൂടെ നരേന്ദ്രമോദിയുടെ വസതിയിലിരുന്ന് കൂടിക്കാഴ്ച നടത്തുന്നു. കളിയും ചിരിയുമായിട്ടൊക്കെ ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് വലിയ രീതിയിലുള്ള ഒരു ടെൻഷൻ ഇപ്പോൾ ഉണ്ടാവുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് ഇരുവരും മോദിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. പവാറിനെ വാതിൽപ്പടിയിലെത്തി മോദി സ്വീകരിക്കുന്നതും നേതാക്കൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും ചില പേപ്പറുകൾ കൈമാറുന്നതും ചിത്രങ്ങളിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ മണ്ഡല പുനർനിർണയത്തിനുള്ള സുപ്രധാന ബില്ല് പാസാക്കുന്നതിനായി ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നതിനിടെയാണ് പവാറിന്റെയും സുപ്രിയ സുലെയുടെയും ഒരു കൂടിക്കാഴ്ച എന്നത് അതീവ ശ്രദ്ധേയമാണ്. ശരത് പവാർ നേതൃത്വം നൽകുന്ന എൻസിപിക്ക് 8 എംപിമാരാണ് നിലവിലുള്ളത്. യോഗത്തിനിടെ രാജ്യത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ജലസേചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഉൾപ്പെടുത്തി ശരത് പവാർ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. മൺസൂൺ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ വീണ്ടും അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡല പുനർനിർണയ ബില്ലിന്, അതായത് ഡിലിമിറ്റേഷൻ ബിൽ, പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ യോഗം ചേരുന്നത്. സർക്കാരിന്റെ പാർലമെന്റ് തന്ത്രത്തിൽ എൻസിപിയുടെ 8 എംപിമാർ നിർണായകമാണ്. മുഴുവൻ സംസ്ഥാനങ്ങളിലും 50% സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയാൽ മണ്ഡല പുനർനിർണയ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് എൻസിപി അറിയിച്ചിട്ടുണ്ട്. 50% സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് രേഖാമൂലം എഴുതി നൽകിയാൽ തങ്ങൾ ചർച്ച നടത്തുമെന്നായിരുന്നു സുപ്രിയ സുലെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. നേരത്തെ എൻസിപി ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎയുടെ ഭാഗമായേക്കുമെന്ന അഭ്യൂഹം ഉടലെടുത്തിരുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ സാന്നിധ്യത്തിൽ 2 എൻസിപിയുടെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതിനെ തുടർന്നായിരുന്നു സംഭവ വികാസം. എന്നാൽ അഭ്യൂഹങ്ങൾ സുപ്രിയ സുലെ പൂർണ്ണമായി തന്നെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനിടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം നടക്കുന്ന ജന്തർ മന്ദിർ സന്ദർശിച്ച ശേഷമാണ് ശരത് പവാറും സുപ്രിയ സുലെയും പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. മോദിയുമായുള്ള കൂടിക്കാഴ്ച ആ ഒരു സമയത്ത് പവാർ CJPയുടെ സമരം ഉന്നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ശരത് പവാറിന്റെ പാർട്ടിയിലെ ഒരു ഭാഗം എൻഡിഎയുമായുള്ള ലയനത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നതായും അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ ശരത് പവാർ ഭാഗം എൻഡിഎയുമായി ഔദ്യോഗികമായി സഖ്യത്തിൽ ഏർപ്പെടണമെങ്കിൽ എൻസിപിയിലെ ഇരു ഭാഗങ്ങളും തമ്മിൽ ലയിച്ച് ഒന്നാകേണ്ടതുണ്ടെന്ന കാര്യത്തിൽ BJPക്ക് ഒരു വ്യക്തമായ നിലപാടുണ്ട്. എൻസിപിയിലെ ഇരുഭാഗങ്ങളിലെയും നേതാക്കളും ഭരണപക്ഷത്തെ പ്രമുഖരും തമ്മിൽ അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചകൾ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ ഒരു പുനരേകീകരണത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. 2 ഭാഗങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് അത് ലയിച്ചതിനു ശേഷം മാത്രം എൻസിപിയെ ഒരു ഒറ്റ പാർട്ടിയായി പരിഗണിച്ച് എൻഡിഎയുമായി കൂടുതൽ അടുപ്പിക്കാനാകുമെന്നാണ് BJPയുടെ നിലപാടെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ശരത് പവാറിനെയോ അദ്ദേഹത്തിന്റെ പ്രധാന അനുയായികളെയോ വ്യക്തിഗത അടിസ്ഥാനത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടുത്തുന്നതിനോട് പാർട്ടിക്ക് വലിയ താല്പര്യമില്ലെന്നും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിൽ ശരത് പവാറും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഉന്നതതല കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രാധാന്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രതിപക്ഷം സർക്കാരിനെതിരായ ആക്രമണങ്ങൾ ശക്തമാക്കുന്നതിനിടെ ആ മുന്നണിയിലെ ഒരു പ്രധാന ഘടകകക്ഷി നേതാവ് നടത്തുന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ അർത്ഥതലങ്ങൾ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം.